വിട്ടാലോ നമുക്ക് ഗുരുവായൂർക്ക്? തലേ ദിവസം രാത്രി കിടക്കുമ്പോൾ പോലും ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാളെ നമുക്ക് ഗുരുവായൂർ പോകാൻ പറ്റുമെന്ന്. പിറ്റേ ദിവസം ഒരു 4:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ തോന്നിയത് നമ്മളിന്ന് ഗുരുവായൂർക്ക് പോവുകയാണെന്ന്. പിറ്റേ ദിവസം 4:30 ആയപ്പോൾ എണീറ്റ് കുളിച്ച് റെഡി ആവുകയാണ്. ഞങ്ങളിന്ന് ഗുരുവായൂർക്ക് പോകണത് ഞാനും വന്ദനയും കൂടിയാണ് കേട്ടോ. ഇതുവരെ ഞങ്ങളങ്ങനെ അകലേക്കൊന്നും പോയിട്ടില്ല, ഒറ്റയ്ക്കല്ല, രണ്ടുപേരും കൂടി. ഞങ്ങൾ ഈ പരിസരത്ത് ഇങ്ങനെ കറങ്ങുന്നല്ലാണ്ട് കുറച്ച് ദൂരേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഗുരുവായൂർ പോകാനുള്ള അവസരം കിട്ടി. അവസരം വന്നത് നമ്മുടെ ഗായത്രിയുടെ മോളുടെ അരങ്ങേറ്റാണ്. അപ്പോൾ അത് കാണാം എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഗുരുവായൂർക്ക് പോയത്. നമ്മളിന്ന് ഗുരുവായൂർക്ക് പോകുന്നത് ട്രെയിനിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ടൈം പറഞ്ഞത് 7:25 അങ്ങാണ്ടാണ്. അപ്പം ഞാൻ യാത്രയൊക്കെ പറഞ്ഞ കാലത്ത് തന്നെ റെഡിയായി ഇറങ്ങുകയാണ്. കുട്ടികൾക്ക് ഇന്ന് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ അനുവേട്ടൻ വിടും പിള്ളേർക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അനുവേട്ടൻ പിള്ളേരെ വിട്ടോളും. അപ്പോൾ ദേ വന്ദനയും വന്നിട്ടുണ്ട്, റെഡിയായി. ഞങ്ങളെ കല്ലറ്റുങ്കര കൊണ്ടിറക്കും. എന്നിട്ട് അവിടെ നിന്ന് ട്രെയിനിലാണ് ഞങ്ങൾ പോണത്. മുൻപരിചയമോ ഒന്നുമില്ല. ട്രെയിനിൽ ആകെ ഞാൻ ഒരു പ്രാവശ്യമാണ് പോയിക്കണത് എറണാകുളത്തേക്ക്. പിന്നെ ഞാൻ ട്രെയിനിൽ കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ ട്രെയിനിലാണ് പോണത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാണ്ട് ഞങ്ങൾ വന്നേരയ്ക്ക് നല്ല ധൈര്യമുണ്ട് കേട്ടോ. അപ്പോൾ വന്നേരയുള്ള കാരണം എനിക്കും ധൈര്യമാണ്. അപ്പോൾ വന്നേര ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഞങ്ങളവിടെ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ചെന്നപ്പോൾ നമ്മുടെ ശാരദേച്ചി സഹസ്രനാമത്തിൻ്റെ ബുക്കൊക്കെ വായിച്ച് ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആളുടെ ഫ്രണ്ടിനെയും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ആളുടെ ഫ്രണ്ട് വന്നില്ല. അപ്പം ഞങ്ങളൊപ്പമായി പിന്നെ ആളുടെ യാത്ര. ഞങ്ങളുടെ ഒപ്പം ട്രെയിനിന് വന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് ട്രെയിനിന് പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇനി നെക്സ്റ്റ് ട്രെയിനില്ല ഗുരുവായൂർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊപ്പം തന്നെ വന്നു. 7:15 കഴിഞ്ഞാൽ പിന്നെ ട്രെയിനില്ല കേട്ടോ. പിന്നെ വൈകിട്ട് കണ്ടുള്ളൂ. അപ്പോൾ ആളും ഞങ്ങളൊപ്പം ട്രെയിനിലാണ് വന്നത്. ആളും ഞങ്ങളുടെ പോലെ തന്നെയാണ്, അത്ര പരിചയമൊന്നുമില്ല ഗുരുവായൂർക്ക് ട്രെയിനിന് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇങ്ങനെ യാത്ര തുടങ്ങിയാണ്. അങ്ങനെ ട്രെയിൻ പറഞ്ഞ അപ്പോൾ ഞങ്ങൾ കയറാൻ പോട്ടെ. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. പോവാ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ സീറ്റുണ്ട് കേട്ടോ. സുഖമായിട്ട് പോവാം. 15 രൂപയുള്ളൂ ഞങ്ങളുടെ അവിടെ നിന്ന് ഗുരുവായൂർക്ക് ട്രെയിൻ കേട്ടോ. അത് നല്ല ലാഭമാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ ബസ്സിൽ വന്നപ്പം നല്ല കാശുണ്ടായി. അപ്പം ഞങ്ങൾ ട്രെയിനിൽ കയറി പോവാണ്. തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെയുള്ളൂ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ട്രെയിൻ യാത്ര ആസ്വദിച്ച് വിൻഡോ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ക്ഷാമം വേണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ശാരദേച്ചിയിൽ അങ്ങോട്ട് നീക്കിയിരുത്തി അപ്പുറത്തും ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തുകൊണ്ടിരുന്നു നമ്മുടെ ഗുരുവായൂർ വരെ. സ്റ്റേഷനെത്തി. ഇനി നമുക്ക് ട്രെയിൻ ഇറങ്ങാം. നമ്മൾ ഗുരുവായൂരെത്തിയിരിക്കുന്നു. ചാർജിങ് പോയിൻ്റൊക്കെ വർക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉപകാരമായി. ഫോണൊക്കെ നന്നായി ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ സക്സസ് ആയി ഞങ്ങളുടെ ട്രെയിൻ യാത്ര. ഗുരുവായൂരെത്തിയിരിക്കുന്നു. സ്ഥലം ആ സൈഡിലേക്ക് പോകണത്. ഞങ്ങൾ ആ സൈഡിലേക്ക് പോകാം. അല്ലാണ്ട് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയില്ല. പറ്റിയാണ്ടോ പോകുന്നേക്കണേ. ഇവിടെ അടുത്തൊരു പാർത്ഥസാരഥി ക്ഷേത്രം ഉണ്ടെന്ന്, അവിടെ പോയി പോകാം. 40 വർഷം കഴിഞ്ഞിട്ട് രജിസ്റ്റർ അടിക്കാൻ ഇത് 2 മുഴ 50.
ഇത് നമ്മളെ പിന്നെ വേണ്ട പിന്നെ കണ്ട് കണ്ട് ട്രെയിനൊക്കെ ഇറങ്ങി നേരെ സ്റ്റേഷൻ്റെ പുറത്തെത്തുമ്പോഴേക്കും അവിടെ മുല്ലപ്പൂ കച്ചവടം കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. മുല്ലപ്പൂവൊക്കെ ചൂടി നമ്മുടെ കണ്ണിനെ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ പാർത്ഥസാരഥി ക്ഷേത്രം. അപ്പം ഞങ്ങൾ നേരെ തൊഴാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ ചെല്ലുമ്പോഴല്ലോ നമ്മുടെ ശ്രീകോവിൽ ശരിക്ക് മറ്റേ രഥത്തിൻ്റെ മാതൃകയിലുള്ള ശ്രീകോവിലാണ് കേട്ടോ. അവിടെ നമ്മുടെ കുതിരേനെയും രഥത്തിൻ്റെ ചക്രവും ഒക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൽ. അങ്ങനെയാണ് ശ്രീകോവിൽ ഉണ്ടാക്കിയിരിക്കണേ. അപ്പം ഞങ്ങൾ അവിടെ പോയി തൊഴുതു, നമ്മുടെ അർജുനനെ തൊഴുതു. പിന്നെ അവിടെ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അപ്പം നവഗ്രഹ പ്രതിഷ്ഠയൊക്കെ തൊഴുത് ഞങ്ങൾ പുറത്തിങ്ങനെ വലം വയ്ക്കുമ്പോൾ നമുക്ക് അവിടെ ചുറ്റും രഥങ്ങളോ കാണണേ. ഇങ്ങനെ രഥമുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ രഥമൊക്കെ കണ്ടു. ഇതേ ഉള്ളിൽ നമുക്ക് കാണാട്ടോ. ഞങ്ങൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇതേ കണ്ട എങ്ങനെയാണ് ശ്രീകോവിൽ രഥത്തിൻ്റെ മാതൃകയിൽ നമ്മുടെ കുതിരയൊക്കെ ഇട്ടിട്ട് ആ ശ്രീകോവിലിനുള്ളിലാണ് നമ്മുടെ പാർത്ഥസാരഥി ഇരിക്കണം. അമ്മ ഹോട്ടൽ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി അവിടെ അടുത്ത് തന്നെ ദേ അമ്മ ഹോട്ടലുണ്ട്. അടിപൊളി ഹോട്ടലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ദേ അവിടെ പോയി ദോശ കഴിച്ചു. ക്യാരറ്റ് മസാല എന്ന് പറഞ്ഞിട്ട് ക്യാരറ്റും ക്യൂരറ്റൊന്നും ഇല്ല. പൊട്ടറ്റോ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, സാധാ മസാല ദോശയാണ്. ക്യാരറ്റ് മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ക്യാരറ്റ് മസാല ദോശ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദോശയുടെ ഉള്ളിൽ ക്യാരറ്റൊക്കെ വെച്ചിട്ടുള്ളതായിരിക്കുന്നു. പക്ഷെ അതല്ല കേട്ടോ. ക്യാരറ്റ് നമ്മുടെ ദോശയിൽ അരച്ച് ചേർത്തിട്ടുള്ളതാണ്. നല്ല ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദോശ കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ട്രെയിനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ചിലർ ഭക്ഷണം കഴിക്കില്ല, അമ്പലത്തിൽ പോയിട്ടാണ് കഴിക്കുള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മ ഹോട്ടലിൽ പോയിക്കോട്ടെ. നല്ല അടിപൊളി ദോശയായിരുന്നു. വന്ദനയുടെ ദോശയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കാണാൻ ലുക്കില്ലെങ്കിൽ അത് നല്ല കളറാണ്. ക്യാരറ്റിൻ്റെ കാരണമാണ്. ഇതൊന്നുമില്ലല്ലോ നല്ല മിന്റ് അടിപൊളി നല്ല കട്ട ചട്നി. അല്ലെങ്കിൽ എവിടെയും കിട്ടാറില്ല അങ്ങനെ മിന്റ് ചട്നി കിട്ടാറില്ല, മറ്റേ ചട്നി കിട്ടാറുള്ളൂ. ഇത് അടിപൊളിയായിരുന്നു. അടിപൊളി മിന്റ് ചട്നി വീട്ടിലുണ്ടാക്കും. അങ്ങനെ അതേ നമ്മുടെ അമ്മ ഹോട്ടലിൽ നിന്ന് നെയ് റോസ്റ്റും ക്യാരറ്റ് മസാല ദോശയും ചായയും ഒക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രെയിനിന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അമ്മ ഹോട്ടലിൽ കയറിക്കോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അമ്മ ഹോട്ടൽ അടിപൊളി ഫുഡ്. മിന്റ് ചട്നി ഒക്കെ ഉണ്ടല്ലോ. വീട്ടിൽ ഞാൻ മിന്റ് ചട്നി കൂട്ടി ദോശ കഴിക്കുള്ളൂ. അടിപൊളി കട്ട ചട്നി കാണുമ്പോൾ തന്നെ യൂട്യൂബിൽ നോക്കി പഠിക്കണം. അവരോട് വിളിക്കണോ? ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്ഷേത്ര അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഇനി നേരെ നമുക്ക് ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി നമ്മുടെ ഫോണൊക്കെ കൊണ്ടുവച്ചിട്ട് നമുക്ക് തൊഴാൻ ക്യൂ നിൽക്കാം.
അങ്ങനെ നീണ്ട 2.5 മണിക്കൂറത്തെ ക്യൂവിന് ശേഷം ഞാൻ തൊഴുതിറങ്ങിയിരിക്കുകയാണ്. തൊഴുതാൻ കയറിയപ്പോൾ ക്യൂ നിൽക്കാൻ ഞങ്ങൾ 3 പേരും കൂടിയാണ് കേട്ടോ കയറിയത്. അങ്ങനെ ക്യൂ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അരങ്ങേറ്റം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ദന ഡാൻസ് കാണാനാന്ന് പറഞ്ഞ് ക്യൂ നിന്ന് ഇറങ്ങി ശാരദേച്ചി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ക്യൂ നിന്നു. പിന്നെ എനിക്ക് അരങ്ങേറ്റം കാണാൻ പറ്റിയില്ല, പക്ഷെ കണ്ണനെ കാണാൻ പറ്റി. അങ്ങനെ നീണ്ട 2.5 മണിക്കൂറത്തെ ക്യൂവിന് ശേഷം ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇരുന്നോളൂന്ന്. പക്ഷേ അവൾ ബാക്കിൽ പോയിരുന്നു. അങ്ങനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ കണ്ടുമുട്ടി. പിന്നെ ഞങ്ങൾ ചുറ്റും ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് കുളവും ഒക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. വേറെ ഞങ്ങൾ അനുബേട്ടൻ്റെ ഒപ്പം വരുമ്പോൾ ഇങ്ങനെ ഒന്നും നടക്കാൻ പറ്റില്ല. വേഗം തൊഴുതിറങ്ങാൻ പോവുക, ഒരു സ്ഥലത്ത് കയറില്ല. ഇപ്പോഴാണ് ഞാൻ ഈ കുളവും നമ്മുടെ പരിസര ഭാഗങ്ങളൊക്കെ കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റിലാക്സ് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും നടക്കുകയായിരുന്നു. ചെരുപ്പ് പൊട്ടി, ബാഗ് പൊട്ടി, സ്റ്റോറേജും ഇല്ല, എന്തൊരു ഗതികേട്, പൈസയില്ല. ഇനി ഫുഡ് അടിക്കണം. അന്നദാനത്തിന്റെ ക്യൂ, ഒരു ക്യൂ നിന്നിട്ട് എനിക്ക് അടുത്ത ക്യൂ നിൽക്കാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കാഴ്ചകളൊക്കെ കണ്ടതേ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ കടകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെരുപ്പ് പൊട്ടിയ കാരണമുള്ള ഒരു അസ്വസ്ഥത എനിക്കുണ്ടായിരുന്നു. ഇനി ആദ്യം തന്നെ എനിക്ക് വേണ്ടത് ചെരുപ്പ് വാങ്ങിക്കണം, പിന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫുഡും കഴിക്കണം. അപ്പോൾ ഇങ്ങനെ ചെരുപ്പ് കട അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ കണ്ടത് നമ്മൾ ഹോട്ടലാണ്. നേരെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ ചെരുപ്പ് വാങ്ങിയത്. അപ്പോൾ നമുക്കിനി ഹോട്ടൽ തപ്പാല്ലേ. ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, ശരവണ ഭവനുണ്ട്. ഏത് കാരണം ശരവണ ഭവൻ. അത് കാരണം ആദ്യം തന്നെ എൻ്റെ പൊട്ടിയ ചെരുപ്പിനുള്ളത് എന്തെങ്കിലും വാങ്ങിക്കണം. ചെരുപ്പ് കട ഇവിടെ ഉണ്ടോ? അയ്യോ ചെരുപ്പ്. നമുക്ക് ശരവണ ഭവനും പോയി ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ചെരുപ്പ് മേടിക്കാം. ഞൊണ്ടി ഞാൻ ചത്തു. ഈശ്വര ദോശ ഉണ്ടാവണേ. അയ്യോ എൻ്റെ ദോശ ഉണ്ടാവും, പനീർ ഫ്രൈഡ് റൈസൊക്കെയാ. എന്തെങ്കിലും കഴിക്കാം, എന്തെങ്കിലും വിശന്ന് ഞാൻ ചാവും. ആരും ചോറുണ്ടാണ് എൻ്റെ മുന്നേ. എനിക്ക് വിശന്നിട്ട് വളരെ കൊതിയാവണു. അയ്യോ വേഗം വരും എൻ്റെ പൊറോട്ടയും ചപ്പാത്തിയും. ചൂടില്ലടി, ചൂടില്ല. സന്തോഷായി. അയ്യോ പൊറോട്ട ചൂടില്ല, തണുത്ത പൊറോട്ട ഉണ്ടാക്കി തരാൻ പറ. എങ്ങനെയുണ്ട്? ചെരുപ്പ് മേടിച്ചു, ഭക്ഷണം കഴിച്ചു. അങ്ങനെ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ വയറ് നിറച്ച് കഴിച്ചു. അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ശരവണ ഭവനൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ട്. ആ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. വിശന്നാരൻ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ചെരുപ്പും വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ സമാധാനമായി. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു, മഞ്ജുളാലും അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ മഞ്ജുളാലൊക്കെ കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ തൃശ്ശൂർക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്ക് പോയപ്പോഴല്ലോ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ് കയറിയാൽ നേരെ കൊടകര എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ പോയി. പിന്നെ നമ്മളൊരു തിരുവനന്തപുരം വണ്ടിയിൽ കയറി അവിടെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങി അങ്ങോട്ട് പോന്നു. ട്രാൻസ്പോർട്ട് വണ്ടികളൊന്നും കാണാനില്ല, ആകെ 2-3 വണ്ടിയുണ്ട്. അതാണ് ഞങ്ങൾക്ക് പോകാനുള്ളതല്ലേ. കോയമ്പത്തൂർക്ക് പോകണം. വേണോ? കോയമ്പത്തൂരല്ല, നമ്മൾ എറണാകുളം, തൃശ്ശൂരല്ല, എറണാകുളം പോകണം. ചോദിച്ചോക്കി. തിരുവനന്തപുരം വണ്ടി കയറാം. തിരുവനന്തപുരം വണ്ടിയുണ്ട്. ഞങ്ങൾ നേരെ അവിടെ കയറി. അത് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വെള്ളം ദാഹം വന്നു. നേരെ കടയിൽ പോയതും വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവളോട് ടാറ്റ പറയാണ്. ഓടിച്ചാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കയറിയതും സുഖമായി കിടന്നുറങ്ങി കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തൃശ്ശൂരെത്താറായിപ്പോൾ എനിട്ടിട്ടുണ്ട്. അവൾ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്കാണ് കേട്ടോ തൃശ്ശൂർ എത്തണ വരെ. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു സമാധാനമായി. എത്രയോ നല്ലതാണല്ലേ ട്രെയിൻ യാത്ര. 15 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയുക, ചിലവും തുച്ഛം ഗുണവും മെച്ചം എന്ന് പറഞ്ഞ മാതിരി ട്രെയിൻ യാത്ര മതി. ഇനി ഞങ്ങൾ തീരുമാനിച്ചു.
ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നേരെ ഭക്ഷണം കഴിക്കാനും ഒന്നും നിൽക്കാണ്ട് നേരെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തൊഴുതു, ഓക്കെ കുഴപ്പമില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ കുറേ നേരം ആടിപ്പാടി രസിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത്. അതൊന്നും പോവാണ്ട് നമ്മൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞ് നേരെ പോവുക. പിന്നെ നമ്മുടെ കയ്യിൽ ഫോണൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് ക്ലോക്ക് റൂമിൽ വയ്ക്കാൻ ഒരാൾ കയറുക, പിന്നെ ഒരാൾ നമ്മുടെ ക്യൂവിലും കയറുക. അപ്പോൾ അങ്ങനെ രണ്ട് ഇതായിട്ട് പോയാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യൂവിൽ നിന്ന് നമുക്ക് തൊഴുതു പോരാട്ടോ. പെട്ടെന്ന് തൊഴുതിറങ്ങി പിന്നെ നമ്മുടെ അന്നദാനത്തിൻ്റെ ക്യൂവിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് പിന്നെ 1:30-ക്കുള്ള ട്രെയിനും പിടിച്ചാൽ നമുക്ക് ചിലവ് ചുരുക്കി നമുക്ക് ഗുരുവായൂർ പോയിട്ട് വരാട്ടോ. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ യാത്രയിൽ കുറച്ചൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത യാത്രയിൽ ആ അബദ്ധങ്ങളൊന്നും പറ്റാണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കും. വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ആ ലൈക്കും കമൻറ്റുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പോൾ